ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാൻ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഒരു ഊട്ടി യാത്രയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടിയിലോട്ട് പോകുന്നത്. ഇപ്പം ഞാനൊരു പുഴ കാണിച്ചെന്നില്ലേ, അത് ഞാനിപ്പോൾ രാവിലെ തന്നെയാണ് ഞങ്ങൾ ഊട്ടിയിലോട്ട് പോകാനുള്ള പുറപ്പെട്ടത്. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെയുള്ള കാഴ്ച കാണിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലോട്ടുള്ള അങ്ങനെ പുറപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, പക്ഷെ എത്തിയിട്ടില്ല. എന്നാലും എത്താനായിട്ടുണ്ട്. ഏതാ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല. ഊട്ടി എന്തായാലും എത്താനൊന്നായിട്ടില്ല, ഇനിയും കുറേ പോകാനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ നല്ല അധികം തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇത്ര. അപ്പോൾ ഊട്ടിയിലത്തെ എത്ര തണുപ്പുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു മിഠായി ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിഠായിയൊക്കെ തിന്നതിനു പിന്നെയും യാത്ര തുടർന്നു. ഞങ്ങൾ മസനഗുഡി വഴിയാണ് ഊട്ടിയിലോട്ട് പോണത് കേട്ടോ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു വഴിയിൽ തന്നെയാണ് പോണത്. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ വഴി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു കാട്ടാനനെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ട്, അതോ കണ്ടോ? നിങ്ങൾക്കത് കാണാൻ ശരിക്കും പോലെ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ മരമൊക്കെ ഉള്ള കാരണം നേരം പോലെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ കുറേ മാനിനെ ഒക്കെ കണ്ടു കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ അത്രയൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ. വലിയ മൃഗങ്ങളുടെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. മാനിനെ കുറേ കണ്ടു, ഒരു കാട്ടാനനെ മാത്രമേ കണ്ടുള്ളൂ. മാനിനെയാണ് കൂടുതൽ ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ മാന്. ഞാൻ പറഞ്ഞില്ലേ, കുറേ മാനിനെ കണ്ടു. ഇത് മാത്രമല്ല, കുറച്ചും കൂടി പോകുമ്പോഴേക്കും കുറേ മാനിനെ കണ്ടു. ഇവിടെ തന്നെ അധികം കുറേ ഉണ്ട്. അത് കുറഞ്ഞ് കൈ കൊണ്ടൊക്കെ കാണിക്കുക. അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട. അവരൊന്നും മെയിൻ്റെ പോലും ചെയ്യണില്ല. അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ മാനിനൊക്കെ കാണലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. പോയി അങ്ങനെ ഊട്ടിയിലെത്തും. അതൊക്കെ സസ്പെൻസ് ഇല്ലേ? നിങ്ങൾ ഫസ്റ്റ് ഈ വീഡിയോസൊക്കെ ഒന്ന് ഫുള്ളും കാണേ. ഞാൻ കുറേ അധികം കാഴ്ചകളും പിന്നെ ഇങ്ങനെ കാറിൽ പോണ കാഴ്ചകളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു കുളം പോലത്തെ എന്തോ ആടത്, എനിക്കറിയില്ല. ഒരു പുഴ പോലെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. ഫോൺ ഇളകണ കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ നല്ല വിശാലമായി ഒരു റോട്ടിൽ നിൽക്കുകയാണ്. ഇത്ര നേരം കാറിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് റോഡിലിങ്ങനെ നിന്നു. പിന്നെ അങ്ങനെ അവിടെ കുറേ നേരം നിന്നിട്ട് ഞങ്ങൾ പിന്നെയും വണ്ടി കയറി അങ്ങനെ. അപ്പോൾ അവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ. സെറ്റ് നല്ല വ്യൂ ആണ്. നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല മഞ്ഞും നല്ല മലകളും അതൊക്കെ കാണാൻ നല്ല സെറ്റായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു വൈബ്.
ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഊട്ടിയിലെത്തി. അപ്പോൾ ഊട്ടിയിലത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബോട്ടിൽ കയറുന്നുണ്ട്, അതാണ് ഞാൻ അവിടെ കാണിച്ചു തന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട്, അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ. ബോട്ടിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത്. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അങ്ങനെ അവിടെ കുറേ പാർക്ക് പിന്നെ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നടന്ന് റൈഡിൻ്റെ ഒരു ഭാഗത്തിലെത്തി. ബട്ട് ഞാൻ റൈഡിൽ കയറിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ കസിൻസൊക്കെ ഉണ്ടെങ്കിലാണ് കയറാൻ ഒരു രസം ഉണ്ടാവുക. പിന്നെ ഞങ്ങളങ്ങനെ ഐസ്ക്രീം വാങ്ങി, പിന്നെ പോപ്കോൺ വാങ്ങി. പിന്നെ അങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ ഐ ലവ് ഊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, അപ്പോൾ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ ഇത് കണ്ടോ, അത് ഞാൻ വാങ്ങിയിട്ടോ. പിന്നെ ബിരിയാണി കഴിച്ചു, ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിച്ചു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കർണാടക ഗാർഡനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.